ഒരു 5-6 പേര് ഇതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായമെന്ന് ചോദിച്ച് എനിക്ക് അയച്ചു തന്ന ഒരു റീലാണിത്. എനിക്ക് റിസർവേഷനിൽ വേറൊരു എതിർപ്പുള്ള ഒരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ റിസർവേഷൻ കിട്ടി, ഗവൺമെന്റ് ജോലി വർക്കാണ്. ഇപ്പൊ നമ്മുടെ കൂടെ പഠിച്ചവർക്ക് തന്നെ അങ്ങനെ ഒരു കേസസ് ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ കൂടെ കോമ്പറ്റേറ്റീവ് എക്സാമിന് പഠിച്ച അങ്ങനെയുള്ള കേസസ് ഞാൻ കണ്ടിട്ടുണ്ട്. അച്ഛനും അമ്മയും ഇതുപോലെ റിസർവേഷനുള്ള കാറ്റഗറിയിൽ നിന്ന് വന്നവരാണ്. രണ്ടുപേർക്കും ഗവൺമെന്റ് ജോലിയാണ്. രണ്ടുപേരും നല്ല ഹൈ പൊസിഷനിൽ ഗവൺമെന്റ് ജോലിയിൽ ഇരിക്കുന്ന ആൾക്കാരാണ്. അവരുടെ മകനോ മകളോ ഒരു ജോലിക്ക് കയറുമ്പോൾ ഈ കോമ്പറ്റേറ്റീവ് എക്സാമിനാണെങ്കിലും എന്ത് കാര്യത്തിനാണെങ്കിലും അവിടെ ഫീസ് എക്സംഷൻ ഉണ്ട്. അവർക്ക് ഫീസ് എക്സംഷന്റെ ആവശ്യമില്ല. കാരണം രണ്ടുപേരും ഹൈ പൊസിഷനിൽ ഗവൺമെന്റ് ജോബിൽ ഇരിക്കുന്ന ആൾക്കാരാണ്. അതേസമയം ഒരു നേരത്തെ ആഹാരമില്ലാതെ അല്ലെങ്കിൽ ഒരു നേരത്തെ ഫീസ് കൊടുക്കാൻ കടം മേടിച്ച് കഴിഞ്ഞവരും നമ്മുടെ അതേ കൂട്ടത്തിലുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് ഫീസ് എക്സംഷൻ ഇല്ല. നമ്മൾ 20,000 രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ 20,000 രൂപ തന്നെ കൊടുത്ത് പഠിക്കണം. ഇവർക്ക് ഒരു 20,000 രൂപ എടുക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അപ്പോൾ നമുക്ക് അഭിപ്രായം പറയാം. നമ്മുടെ ഇവിടുത്തെ സാമൂഹിക സാമ്പത്തിക കണ്ടീഷൻസ് അനുസരിച്ച് എത്ര വലിയ പൊസിഷനിലിരുന്നാലും ഒരു ദളിതനാണെങ്കിൽ അയാൾ അറിയപ്പെടുന്നത് ഒരു ദളിതൻ എന്ന് തന്നെയായിരിക്കും. അല്ലെങ്കിൽ SC/STയോ മറ്റേത് താഴ്ന്ന വിഭാഗമായാലും അവിടെ ഇത് ഹൈലൈറ്റ് ചെയ്യപ്പെടുക തന്നെ ചെയ്യും. രണ്ടാമത്തെ കാര്യം ബേസിക് ആണ്. ജസ്റ്റ് ഒരു ഗൂഗിൾ സെർച്ച് നടത്തിയാൽ ഈ വിവരക്കേട് ഇവിടെ വിളമ്പേണ്ടി വരില്ലായിരുന്നു. സംവരണം എന്ന ഐഡിയയുടെ ജോലി ഒരിക്കലും ദാരിദ്ര്യ നിർമ്മാർജ്ജനമല്ല. പോവർട്ടി എറാഡിക്കേഷൻ ആണ് ലക്ഷ്യമെങ്കിൽ സർക്കാർ അതിന് മറ്റ് പദ്ധതികൾ കൊണ്ടുവരണം. ഇനി വെൽത്ത് ഡിഫറൻസ് ആണ് നിങ്ങളുടെ ഇഷ്യൂ എങ്കിൽ നിങ്ങൾ സംസാരിക്കേണ്ടത് ക്യാപിറ്റലിസത്തെ കുറിച്ചാണ്, അല്ലാതെ റിസർവേഷന്റെ മണ്ടയ്ക്ക് കയറുകയല്ല വേണ്ടത്. പിന്നെ ഇവിടുത്തെ സവർണ വിഭാഗം ദാരിദ്ര്യത്തിലാണെങ്കിൽ അവരെ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി അവർ തന്നെ എന്തെങ്കിലും കൊണ്ടുവരും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് EWS. ഒരു പിന്നോക്ക വിഭാഗക്കാരൻ നേരിടുന്നത് ദാരിദ്ര്യം മാത്രമല്ല, അവരെ അതിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു സംഭവം ഇവർക്ക് വലിയ പ്രശ്നമാണ്. പക്ഷേ EWS വഴി 6,000 റാങ്കുള്ളവർക്കും 60,000 റാങ്കുള്ളവർക്കും അഡ്മിഷൻ കിട്ടിയപ്പോൾ റിസർവേഷൻ ചെന്നായ നീതിയാണ് എന്ന് വിളിച്ചു പറഞ്ഞ് നടക്കുന്ന ആൾക്കാരെയൊന്നും ഇപ്പോൾ കാണാൻ കൂടിയില്ല. മൂന്നാമത്തെ കാര്യം, അവർക്ക് എടുത്തു കൊടുക്കുന്നത് നിങ്ങളുടെ സീറ്റല്ല, അവർ മത്സരിക്കുന്നതും നിങ്ങളുടെ സീറ്റിന് വേണ്ടിയുമല്ല. SC/ST വിഭാഗത്തിന് 8% എന്തോ ആണ് റിസർവേഷൻ, അതും ഭയങ്കര അണ്ടർ റെപ്രസെൻറ്റേറ്റഡ് ആണ്. നാലാമത്തെ കാര്യം, ഇവരിപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എനിക്ക് മറ്റേ BMW ഉള്ള ഒരു ദളിതനെ അറിയാം എന്നതിൻ്റെ ഒരു മോഡേണൈസ്ഡ് വെർഷനാണ്. റിസർവേഷൻ വാങ്ങുന്നവരിൽ സാമ്പത്തികമായി മുന്നോട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടാകും, പക്ഷെ അതിൻ്റെ അർത്ഥം അവരെല്ലാം തന്നെ സാമ്പത്തികമായി നല്ല നിലയിലാണെന്നല്ല. ഇവർക്കറിയാവുന്ന 1, 2, 3 കേസുകൾ എടുത്തു വച്ചിട്ട് ഒരു വിഭാഗത്തിനെ മൊത്തം ജനറലൈസ് ചെയ്യുകയാണ് പതിവ്. ഇവിടെയും അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്, അല്ലാതെ വ്യക്തമായ ഡാറ്റയുടെ അടിസ്ഥാനത്തിലൊന്നുമല്ല ഇവർ ഈ വന്നിരുന്ന് വായ്ത്താളം വിടുന്നത്. അഞ്ചാമത്തെ കാര്യം, ദാരിദ്ര്യമാണല്ലോ ഇവരുടെ വിഷയം. അങ്ങനെയാണെങ്കിലും ഇവിടെ അതീവ ദാരിദ്ര്യത്തിൽ കഴിയുന്ന ആൾക്കാർ ഭൂരിപക്ഷം ആരാണെന്ന് ഒന്ന് ഇറങ്ങി അന്വേഷിച്ച് നോക്കിയാൽ ചിലപ്പോൾ മനസ്സിലാകും. ആറാമത്തെ കാര്യം, അപ്പോൾ റിസർവേഷൻ ഉള്ളതുകൊണ്ട് അധികാര സ്ഥാനങ്ങളിലെല്ലാം ഇവരായിരിക്കുമല്ലോ അല്ലേ? പക്ഷെ അങ്ങനെ അല്ലല്ലോ ചേച്ചി ഡാറ്റകളൊക്കെ പറയുന്നത്. റിസർവേഷൻ ഉണ്ടായിട്ടും ബഹുഭൂരിപക്ഷം അധികാര കേന്ദ്രങ്ങളിലും ഈ ജനറൽ കാറ്റഗറിയിൽ നിന്നുള്ള ആളുകളാണല്ലോ. അതെന്തായിരിക്കും അങ്ങനെ? ചിലപ്പോൾ ഇവർ മറ്റേ പഴയ സാധനം കൊണ്ടുവരും, ജനറൽ കാറ്റഗറിയിലുള്ളവരെല്ലാം അധ്വാനിച്ച് പഠിക്കുന്നു, റിസർവേഷൻ കിട്ടുന്നവരൊന്നും പഠിക്കുന്നേ ഇല്ല എന്നത്. ഏഴാമത്തെ കാര്യം, സമൂഹത്തിൽ ഇപ്പോൾ നിൽക്കുന്ന സോഷ്യൽ പ്രിവിലേജ് എല്ലാം അനുഭവിച്ച് വളർന്നിട്ട് ഇവർ പറയുകയാണ് റിസർവേഷൻ കിട്ടുന്നവർക്കാണ് പ്രിവിലേജ് ഉള്ളതെന്ന്. ദ റെസ്യൂമെ സ്റ്റഡി എന്നൊരു സ്റ്റഡിയുണ്ട്. അതായത് എല്ലാ കോർപ്പറേറ്റ് കമ്പനികളിലും ഒരേ ക്വാളിഫിക്കേഷൻ വെച്ച് ഒരുപാട് റെസ്യൂമുകൾ അയക്കുന്നു. ഈ റെസ്യൂമുകളുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇതിൽ പേര് മാത്രമാണ് മാറ്റം. ഈ പേര് വായിച്ചാൽ അവർ ഏത് വിഭാഗത്തിൽ നിന്ന് വരുന്ന ആൾക്കാരാണെന്ന് വ്യക്തമായി അറിയാൻ കഴിയുന്ന രീതിയിലാണ് പേരുകൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്റർവ്യൂക്കും ജോലിക്കും ബഹുഭൂരിപക്ഷം കോൾ ബാക്ക് വന്നത് ആർക്കാണെന്ന് ഈ ഇരിക്കുന്ന ചേച്ചിമാരൊന്ന് അന്വേഷിച്ച് നോക്കിയാൽ ചിലപ്പോൾ ഈ സമൂഹത്തിൽ ജാതീയത നിലനിൽക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാകും. ജാതീയത നിലനിൽക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയാൽ ചിലപ്പോൾ റിസർവേഷൻ എന്തിനാണെന്ന് മനസ്സിലാകും. പക്ഷേ എനിക്കിവരിൽ യാതൊരു പ്രതീക്ഷയില്ല.